ശ്രീ ഹാഷിം മരിയിൽ, അങ്ങ് ഇടത് നിരീക്ഷകനാണ്, ഇടത് പ്രതിനിധിയാണ്, നാഷണൽ ലീഗിന്റെ പ്രതിനിധിയാണ്. ഒരുപക്ഷെ അങ്ങേക്ക് പറയാം, ഇതിപ്പോൾ ഭരിക്കുന്നത് UDF ആണ്, രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. ഞങ്ങൾക്കിത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം അങ്ങ് ഉന്നയിച്ചേക്കാം. പക്ഷേ ഇത് ഈ ബിനു വാഴമുട്ടം എന്ന് പറയുന്ന ഈ ക്രിമിനൽ ഇങ്ങനെ അഴിഞ്ഞാടാൻ തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി. ഏറ്റവും ഒടുവിൽ 2019 ഒരു ലൈംഗിക പീഡന പരാതി ഇലവന്തിട്ട സ്റ്റേഷനിൽ വന്നിരുന്നു. പക്ഷെ അതിൽ FIR ഇടാൻ പോലും പോലീസ് തയ്യാറായില്ല. അതായത് ആരധികാരത്തിൽ വന്നാലും, ഇടതായാലും വലതായാലും, ബിനു വാഴമുട്ടത്തിനെ സംരക്ഷിക്കുന്ന ചില ആളുകൾ വളരെ കൃത്യമായി ഭരണ സംവിധാനത്തിൽ ഉണ്ട് എന്നതല്ലേ വ്യക്തമാകുന്നത്? ശ്രീ ഹാഷിം മരിയിൽ, ഇത് ഇടത്തോട്ട് വലത്തോട്ട് ഭരണം മാറിയത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതല്ല ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ആര് അധികാരത്തിൽ വന്നാലും ഒരു പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമ നടപടിക്രമങ്ങൾ അതായിട്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഭരണത്തിൽ ഇരിക്കുന്നവർ മാറുകയും അതുപോലെ തന്നെ പുതിയവർ വരികയൊക്കെ ചെയ്യാം. അങ്ങനെ വന്നാലും നമ്മുടെ പൗര അവകാശങ്ങൾ, അതായത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന, ഇന്ത്യ ഭരണ സംവിധാനം, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ നൽകുന്ന അവകാശങ്ങൾ, അതെല്ലാവർക്കും ഒരുപോലെ നൽകപ്പെടേണ്ടതാണ് ഈ മണ്ണിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. പരാതിക്കാരി എന്ന നിലക്ക് നമ്മുടെ സഹപാനുഷ്ഠായ സഹോദരി പറഞ്ഞ വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം അതിന്റെ പേരിൽ ഉണ്ടാകുകയും അതിന്റെ പേരിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ സമൂഹം അതിനുള്ള പ്രചോദനം ഉണ്ടാക്കുകയും ചെയ്യണം. അത് നിർബന്ധമാണ്. കാരണം ഒരാളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചോ സാമൂഹിക സ്ഥിതി അനുസരിച്ചുകൊണ്ടോ അയാൾ മറ്റുള്ളവരിൽ നിന്ന് ഭിന്നനാണ് എന്ന ഒരു സ്ഥിതി രാജ്യത്ത് വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോ ആണ് അരക്ഷിതാവസ്ഥ സമൂഹ മധ്യത്തിൽ ഉണ്ടാകുക, നിയമം കയ്യിലെടുക്കുന്നവർ രാജ്യത്തുണ്ടാകുക. അതൊക്കെ വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും. അരാജകത്വം നാട്ടിലുണ്ടാകും. അതിന് പകരം അന്വേഷിച്ചുകൊണ്ട് അനിവാര്യമായ അന്വേഷണങ്ങൾ നടത്തി നിയമ നടപടികൾ സുതാര്യമായി നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറയാനുള്ളത്, ഈ വ്യക്തി ഈ പാസ്റ്റർ എന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മതപ്രബോധനം നടത്തുന്ന വഴിയെ അത് രീതി അല്ലെങ്കിൽ അതിന്റെ ശൈലി അതൊക്കെ അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഭരണഘടനാ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും അവരുടെ മതം പറയുന്നത്, അത് പ്രചരിപ്പിക്കുന്നത്, അതനുസരിച്ച് ജീവിക്കുന്നത്, അതൊക്കെ സ്വാതന്ത്ര്യമുള്ള കാര്യമാണ്. ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആർക്കും ഒരു പരാതിയില്ല, ഒരു വിഷയമില്ല. അതിന് പകരമായിട്ട് അദ്ദേഹം ഇതിൽ എന്തെങ്കിലും ഒരു വഴിവിട്ട ജീവിതമാണ് അല്ലെങ്കിൽ വഴിവിട്ട ശൈലിയാണ് ഇതിൽ സ്വീകരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മതപരിവർത്തനം എന്നുള്ള നിർബന്ധിത മതപരിവർത്തനമാണ് നടത്തുന്നതെങ്കിൽ അത് അന്വേഷിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിയമത്തിന്റെ മുന്നിലേക്ക് അവർ കൊണ്ടുവരണം. അത് ഏത് സമൂഹത്തിൽ നിന്നാണെങ്കിലും. ഞാനിപ്പോ മറ്റൊരു മതത്തിന്റെ സംസ്കാരത്തിൽ നിൽക്കുന്ന ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മറ്റൊരു അർത്ഥത്തിൽ കാണും. ഞാനിപ്പം ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അത് മനസ്സിലായി. നമ്മൾ ആദ്യം തന്നെ ഇയാളുടെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു പോയത്. നോക്കൂ, അവിടെ ഉണ്ടായ ആരോപണം എന്ന് പറയുന്നത് ബാലവേലയുമായി ബന്ധപ്പെട്ടാണ്. പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ അവിടെ പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും വരുത്തി അയാളുടെ വീട്ടുപണിക്ക് അടക്കം നിയോഗിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതിക്രൂരമായ പീഡനം ഒരു 17 വയസ്സുകാരൻ എലോഹിം വർഷിപ്പ് സെന്ററിൽ നേരിടുന്ന അവസ്ഥ വന്നു. ഇത് ക്രിമിനൽ കുറ്റമാണ്. ഈ ക്രിമിനൽ കുറ്റത്തിന് നേതൃത്വം നൽകിയ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഇതിൽ ഭരണപക്ഷം ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നില്ല എങ്കിൽ അതിന് പ്രചോദനമാകേണ്ടത്, അതിന് ശക്തി പകരേണ്ടത് പ്രതിപക്ഷമാണ്. പക്ഷേ നേരത്തെ ഈ DYFI പോലുള്ള ആളുകളൊക്കെ നേരത്തെ ചില ഇഷ്യൂസൊക്കെ ഉണ്ടായപ്പോൾ ഓരോ മഠങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആക്രമണം അഴിച്ചുവിടുന്ന സംഭവമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഈ വിഷയത്തിൽ അവരും മൗനം പാലിക്കുകയാണ്. അതാണ് നമ്മൾ പറയുന്നത്, ഈ ഇടത് വലത് വ്യത്യാസമില്ലാതെ ഈ ക്രിമിനലിനെ സഹായിക്കുന്ന ഒരു രീതി, അതാണ് ജനം തുറന്നു കാട്ടുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നുകൊണ്ട് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്ന എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. പ്രതിഷേധങ്ങളൊക്കെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ചാനലുകളിൽ അതിന്റെ വാർത്തകളൊക്കെ വരുന്നത് നമ്മളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാര്, അത് നിയമപാലകന്മാർ അതിന്റെ കാര്യങ്ങൾ കുറച്ച് സുതാര്യത വരുത്തുകയും അതൊന്ന് വേഗത്തിലാക്കുകയും ചെയ്തിരുന്നു എങ്കിൽ
ഈ ഒരു അരക്ഷിതാവസ്ഥ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിലും ഒന്ന് പറഞ്ഞോട്ടെ, പലയിടങ്ങളിലും എന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ അതിന്റെ ആചാരങ്ങളുടെ പേരിൽ അതിന്റെ ആളുകളായിട്ട് മുന്നിൽ വരുന്ന ചില ആളുകളുണ്ട്. അവർ ചിലപ്പോൾ ഒരു ആശ്രമം സ്ഥാപിക്കും, അല്ലെങ്കിൽ ഒരു മഠം സ്ഥാപിക്കും, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു മജ്ലിസ് സ്ഥാപിക്കും. ഇങ്ങനെയൊക്കെ സ്ഥാപിച്ചിട്ട് അതിന്റെ ആളുകളായിട്ട് അവരവിടെ നിലനിൽക്കും. അവര് ഒരു അർദ്ധ ദൈവങ്ങളായിട്ട് അവിടെ നിൽക്കുകയും അവരുടെ കൺട്രോളിൽ കാര്യങ്ങളൊക്കെ പോകും. ഒരു പരിധിവരെ ആളുകളൊന്നും മിണ്ടില്ല. കാരണം തൊട്ട് കഴിഞ്ഞാൽ അത് മതത്തിന്റെ എന്നുള്ള ഒരു കൈകൊള്ളും എന്നുള്ള ഒരു പേടി പൊതുവിൽ അങ്ങനെ ഉണ്ടല്ലോ. മതത്തിന്റെ കാര്യങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ഒരു സമൂഹം അതിന്റെ തെറ്റ് ശരാശരികളെ കുറിച്ചൊന്നും ചിന്തിക്കില്ല. നേരെ വന്ന് ആരാണോ എതിർക്കുന്നത് അവർക്കെതിരെ നിൽക്കുകയാണ് ചെയ്യുക സ്വാഭാവികമായിട്ടും. ഒന്നാമത് മതത്തെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് തന്റെ ഒരു ബാധ്യതയാണ് എന്ന നിലക്കാണ് എല്ലാവരും മുന്നിട്ട് വരിക. യഥാർത്ഥത്തിൽ മതത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മതത്തെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് മതത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അത് പിന്നെ അതാണ് വിശ്വാസിയുടെ ബാധ്യത. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? ഞങ്ങള് ആരാധ്യരെന്ന് കരുതുന്ന ഒരാള് അവര് തലപ്പത്ത് വന്ന് നിന്നിട്ട് ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞ് അതേ രൂപത്തിൽ അതിനെ പിന്തുണച്ചു പോകുന്ന രീതി നമ്മുടെ ഇടങ്ങളിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായി വന്ന സന്ദർഭങ്ങളിലൊക്കെ ചില മഠങ്ങളിലൊക്കെ ആളുകൾ ഇരച്ചു കയറിയിട്ടുണ്ട്. അതിലെല്ലാവരും ഉണ്ടാകും. അതിപ്പോ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒന്നുമില്ല. അനീതി കണ്ടാൽ അവിടെ പ്രതികരിക്കുന്ന സമൂഹം എല്ലാ പക്ഷത്തും. പക്ഷേ ബിനു വാഴമുട്ടം നടത്തിയ അനീതികളോട് ആരും പ്രതികരിക്കുന്നില്ല എന്നതാണ് വളരെ ഖേദകരമായ ഒരു സംഭവം. അഥവാ അങ്ങനെ പ്രതിഷേധിച്ചത് BJP മാത്രമാണ്. ആ BJPക്കെതിരെ വലിയ കേസ് പരമ്പരയൊക്കെയായി മുന്നോട്ട് പോവുകയാണ് കേരള പോലീസ്. ആ ഒരു ഇരട്ടത്താപ്പും കൂടി നമ്മൾ പറഞ്ഞു പോകണം.